പൊന്നോണക്കതിരാടി മഴവില്ലിൻ തണൽ ചൂടി പതിവായി മണ്ണിൽ മിഴിയുണരുന്നേ മലനാടോ വാക്കതു കാക്കുന്നേ ചേമന്തിക്കളമിട്ടേ ഓണക്കളി ഉയരുന്നേ ചിരിയിൽ മുഴുകുമി വീടുണരുന്നേ ആമോദ പൊൻവരമേകി പൊന്നോണക്കസവിട്ട് അനിഴം ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലുള്ള മത്സരവള്ളങ്ങളിൽ സംസ്ഥാനത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന അടയാളമാണ്. ഓണത്തിന്റെ സമയത്ത് നടക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ വള്ളംകളി സംഘങ്ങൾ അവരുടെ ചുണ്ടൻ വള്ളങ്ങളുമായി എത്തി പരസ്പരം വാശിയോടെ തുഴയുന്ന ആവേശകരമായ മത്സര വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. വള്ളംകളിക്ക് മുന്നോടിയായിട്ടുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുന്നത് ഓണത്തിന്റെ 5ാം ദിനമായ അനിഴത്തിലാണ്. പത്തനംതിട്ടയിലെ പമ്പാ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമായ ആറന്മുളയിൽ നിന്നാണ് ദൃശ്യസുന്ദരമായ ഈ കായിക വിരുന്ന് മലയാളികൾക്ക് നൽകുന്നത്. തൃക്കേട്ട. 6ാം ഓണമാണ് തൃക്കേട്ട. ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്കും തിരക്കുകളിലേക്കും മലയാളികൾ എത്തുന്ന ദിവസം കൂടിയാണിത്. അന്യനാട്ടിൽ ജോലിക്ക് പോയവരും കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നവരും ഈ ദിവസത്തിലാണ് തറവാട്ടിലേക്ക് തിരികെ എത്തുന്നത്. തൃക്കേട്ടയാകുമ്പോഴേക്കും പൂക്കളത്തിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. 5ഓ 6ഓ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം നിർമ്മിക്കുന്നതിനും പൂക്കളത്തിന് കാലുകൾ നീട്ടുന്നതും ഈ ദിവസത്തിലാണ്. ശംഖുപുഷ്പമാണ് ഈ ദിവസത്തിൽ പൂക്കളമിടാനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. 7ാം ഓണം വരുന്നത് മൂലം നക്ഷത്രത്തിലാണ്. പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള സദ്യ ഈ ദിവസം മുതൽ തയ്യാറായി തുടങ്ങും. മൂലം നാളിൽ പല ക്ഷേത്രങ്ങളും ഭക്തർക്കായി സദ്യ ഒരുക്കുന്നു. മൂലം നാളിലാണ് ആഘോഷങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊഴുക്കുന്നത്. ഈ ദിനം നിരവധി പരമ്പരാഗത കലാരൂപങ്ങളും ഘോഷയാത്രകളും അവതരിപ്പിക്കാൻ വഴിയൊരുക്കുന്നു. ഇവയിൽ പ്രധാനം പുലികളി അല്ലെങ്കിൽ കടുവകളിയാണ്. ഇതിനായി കലാകാരന്മാർ പുലികളെയും കടുവകളെയും ആടുകളെയും വേട്ടക്കാരെയും പോലെ ചായങ്ങളും വേഷങ്ങളും അണിഞ്ഞ് പ്രാദേശിക വാദ്യങ്ങളുടെ അകമ്പടിയോടെ നൃത്തം ചെയ്യുന്നു. കലാകാരന്മാരുടെ കുടവയറുകളിൽ പുലിമുഖവും മറ്റും വരയ്ക്കുന്നതിനാൽ പ്രകടനം കാഴ്ചയിൽ അതീവ മനോഹരമാണ്. ആഘോഷത്തിന്റെ പ്രധാന ഭാഗമായ മറ്റൊരു നൃത്തം തിരുവാതിരകളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളിയാണ്. ഇതിനായി പരമ്പരാഗത കേരളീയ വസ്ത്രമായ സെറ്റുമുണ്ടും ധരിച്ച സ്ത്രീകൾ ഒരു പൂക്കളത്തിനും നിലവിളക്കിനും ചുറ്റും നൃത്തം ചെയ്യുന്നു. വട്ടത്തിൽ നിന്ന് ചെയ്യുന്ന ഈ നൃത്തച്ചുവടുകൾ കാഴ്ചയിൽ അതിമനോഹരമാണ്. 8ാം ഓണമായി വരുന്നത് പൂരാടം നക്ഷത്രത്തിലാണ്. പൂരാടം മുതൽ വീടെല്ലാം അടിച്ചു തളിച്ച് മാവേലി തമ്പുരാനെ വാമനനെയും വരവേൽക്കാൻ എല്ലാവരും തയ്യാറാകുന്നു. മാവേലിയുടെയും വാമനന്റെയും സങ്കല്പ രൂപങ്ങളെ വീടിന് ചുറ്റും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് അത്തപ്പൂക്കളത്തിന്റെ നടുവിൽ വെച്ച് അരിമാവ് കൊണ്ട് ലായനി ഉണ്ടാക്കി അതിൽ പുരട്ടുന്നു. കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. ഇവരെ പൂരാടമിന്നികൾ എന്നാണ് വിളിക്കുന്നത്. ഈ പൂരാടം ദിനത്തിൽ നമ്മുടെ വീട്ടിലും ഓണപ്പൂക്കളത്തിന്റെ മധ്യത്തിലും മാവേലിയുടെയും വാമനന്റെയും ചെറിയ പ്രതിമകൾ സ്ഥാനം പിടിക്കുന്നു. ഓണത്തപ്പൻ അഥവാ തൃക്കാക്കരയപ്പൻ എന്ന് വിളിക്കുന്ന പ്രതിമകൾ സ്ഥാപിച്ചതിനു ശേഷം മാത്രമേ ആളുകളുടെ വീടുകൾ സന്ദർശിക്കാൻ മാവേലിക്ക് ക്ഷണം ലഭ്യമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടുതൽ മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു വലിയ പൂക്കളമായിരിക്കും ഈ ദിനത്തിൽ നമ്മൾ ഇടുന്നത്. ഉത്രാടപ്പൂനിലവേവാ. ഓണാഘോഷ വേദികളിൽ നിന്നൊഴുകിയെത്തുന്ന മനോഹരമായ ഗാനം. സംസ്കൃതത്തിൽ ഉത്തര ആഷാഢം എന്നറിയപ്പെടുന്ന ഉത്രാടം നാൾ ഓണത്തിന്റെ തലേന്നാളാണ്. വീട്ടിലെ പെണ്ണുങ്ങൾ വെപ്രാളത്തോടെ ഓടി നടക്കുന്ന സമയം. ഓണസദ്യ ഒരുക്കാനും തുണിത്തരങ്ങൾ വാങ്ങാനും ആകപ്പാടെ തിരക്കോട് തിരക്ക്. ഉത്രാടം നാളിലാണ് കുടിയാന്മാർ കാരണവന്മാർക്ക് കാഴ്ചവസ്തുക്കളുമായി എത്തുന്നത്. ഈ കാഴ്ചവസ്തുക്കളെയാണ് ഓണക്കാഴ്ചകൾ എന്ന് പറയുന്നത്. ഈ കാഴ്ചവസ്തുക്കളിൽ എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടായിരിക്കും. തേങ്ങയും നെല്ലും വാഴക്കുലയും എല്ലാം. കാഴ്ചവസ്തുക്കളുമായി വരുന്ന കുടിയാന്മാരെ കാരണവന്മാർ സദ്യ കൊടുത്തിട്ട് മടക്കി അയക്കാറുള്ളൂ. ഈ കുടിയാന്മാർക്ക് എല്ലാം അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് കൊടുത്തുവിടുന്നത്. ഉത്രാടം നാളിൽ മഹാബലിയെ സ്വീകരിക്കാൻ മൺവിളക്കുകൾ കത്തിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഓണാട്ടുകര പോലെയുള്ള പ്രദേശങ്ങളിൽ മൺവിളക്കുകൾ കത്തിച്ചാണ് മഹാബലിയെ സ്വീകരിക്കുന്നത് എന്ന് പറയാറുണ്ട്.
നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം അലങ്കരിക്കാം എന്നുള്ളതാണ് ഉത്രാടം നാളിന്റെ മറ്റൊരു പ്രത്യേകത. ചിലയിടങ്ങളിൽ തൃക്കാക്കരയപ്പനെ മണ്ണുകൊണ്ടോ തടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെക്കാറുമുണ്ട്. തിരുവോണം പണ്ട് കേരളം ഭരിച്ച നീതിമാനായ രാജാവ് മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം. മലയാള മാസമായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ആഘോഷം. ഓണത്തിന് പ്രാദേശിക വകഭേദങ്ങൾ ഏറെയുണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഓണത്തപ്പനെ അലങ്കരിച്ചു വെച്ച് വീടൊരുക്കി ബന്ധുക്കളോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഒത്തൊരുമയുടെയും സൗഹൃദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണിത്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമൊഴി. അതേ കൂട്ടരെ മലയാളി എവിടെയുണ്ടോ അവിടെ ഓണവുമുണ്ട്, ഓണാഘോഷവുമുണ്ട്. ഓണത്തിന് 10 ദിവസം നിലനിൽക്കുന്ന ആഘോഷമുണ്ടെങ്കിലും കേരളീയർ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒന്നാണ് തിരുവോണം. പൊന്നോണക്കതിരാടി മഴവില്ലിൻ തണൽ ചൂടി പതിവായി മണ്ണിൽ മിഴിയുണരുന്നേ മലനാടോ വാക്കതു കാക്കുന്നേ.